നമ്മുടെ കമ്പ്യൂട്ടറിൽ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡുവൽ ബൂട്ടിംഗ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഡുവൽ ബൂട്ടിംഗ് നമ്മൾ ഓൾറെഡി മോഡ്യൂൾ 3 പഠിച്ചിട്ടുണ്ട്. അതായത് സെയിം കമ്പ്യൂട്ടറിൽ 2 ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡുവൽ ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആസ്യൂസിൻ്റെ ലാപ്ടോപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൽ ഓൾറെഡി നമ്മൾ വിൻഡോസ് 11 എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഉബുണ്ടുവും കൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വിൻഡോസ് 11 എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ള സ്റ്റെപ്പ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്കൊരു USB ഡ്രൈവിലേക്ക് നമ്മുടെ വിൻഡോസ് 11ൻ്റെ ISO ഇമേജ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടാണ് ആ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഉബുണ്ടുവും കൂടി ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഉബുണ്ടു ഒരു empty USB എടുത്തിട്ട് നമ്മൾ റൂഫസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഉബുണ്ടുവിൻ്റെ ISO ഇമേജ് USB-യിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ USB വെച്ചിട്ടാണ് നമ്മൾ ഉബുണ്ടു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ വിൻഡോസും ഉബുണ്ടു സോഫ്റ്റ്വെയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ അതിനൊരു മിനിമം റിക്വയർമെൻറ്റ്സ് നമ്മുടെ സിസ്റ്റത്തിന് ആവശ്യമാണ്. ആ റിക്വയർമെൻറ്റ്സ് ആണ് ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ആ റിക്വയർമെൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഹാർഡ്വെയർ കോമ്പാറ്റിബിലിറ്റി ചെക്കിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സിസ്റ്റം കറൻ്റ്ലി 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതിനുശേഷം നമ്മളൊരു ബൂട്ടബിൾ മീഡിയ പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉബുണ്ടുവിൻ്റെ ISO ഇമേജ് ഡൗൺലോഡ് ചെയ്യുക. അതിനുള്ള ലിങ്കാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ ലിങ്ക് വെച്ച് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ബൂട്ടബിൾ മീഡിയ പ്രിപ്പയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണുള്ളത്. അപ്പോൾ നമുക്ക് ഉബുണ്ടുവിന് വേണ്ടിയുള്ളൊരു സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ സ്പേസ് അലോക്കേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് സ്ട്രിംഗ് പാർട്ടീഷൻ ഫോർ ലിനക്സിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് വീഡിയോയിൽ സ്റ്റെപ്പായിട്ട് പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഉബുണ്ടു സോഫ്റ്റ്വെയറിൽ ബൂട്ടബിൾ മീഡിയ വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ പിക്ചർ വെച്ച് ഓരോ സ്റ്റെപ്പും 1 by 1 ആയിട്ട് പറയാം. ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആ ഉബുണ്ടുവിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള കോപ്പി ചെയ്തു. വെബ് ബ്രൗസറിലേക്ക് അത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റർ കീ അമർത്തുക. അപ്പോൾ ഉബുണ്ടുവിൻ്റെ വെബ് പേജിലേക്ക് പോവും, ഇൻസ്റ്റാളേഷൻ പേജിലേക്ക് പോവും. അപ്പോൾ ആ ഉബുണ്ടുവിൻ്റെ ഇൻസ്റ്റാളേഷൻ പേജിലേക്ക് വന്നിട്ടുണ്ട്. അതിന് കുക്കീസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ താഴെ കണ്ടോ ഡൗൺലോഡ് ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പം അപ്പോൾ ഡൗൺലോഡ് സെക്ഷൻ നോക്കിയാൽ അറിയാം, ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ഫോൾഡറിൽ ആ ISO ഇമേജ് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. ഏകദേശം 5 GB ഡാറ്റ ഈ ISO ഇമേജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വേണം. ഇപ്പോൾ ഡൗൺലോഡിൽ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ടബിൾ മീഡിയ പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ അതിൽ റൂഫസ് ഓൾറെഡി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ വിൻഡോ വരും. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഡ്രൈവ് നോക്കി അത് empty ആയിരിക്കും. അപ്പോൾ നമ്മളൊരു പെൻ ഡ്രൈവ് എടുക്കണം. എന്നിട്ട് അത് നമ്മുടെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാം. പെൻ ഡ്രൈവ് നമ്മൾ എടുത്തു, അത് നമ്മൾ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ പെൻ ഡ്രൈവ് ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ പേരെന്ന് പറയുന്നത് SMT എന്ന് പറഞ്ഞ് personal എന്നാണ് ഇപ്പം അതിൻ്റെ പേര്. അത് empty ഫോൾഡറാണ്. ഇനി നമ്മൾ റൂഫസിൻ്റെ ആ വിൻഡോ എടുക്കുക. അപ്പോൾ ആ ഡ്രൈവറിൻ്റെ പേരെന്തായി മാറി, നമ്മുടെ പെൻ ഡ്രൈവിൻ്റെ പേരായിരിക്കും. ഇനി ISO ഇമേജ് സെലക്ട് ചെയ്യാം. അത് നമ്മൾ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ വാല്യൂസ് ഓരോന്നും കൊടുക്കുക. നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ GPT ആണ്, MBR ആണ് അവിടെ കിടക്കുന്നത്, പക്ഷേ GPT ആക്കി മാറ്റുക. പിന്നെ UEFI ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്.
പിന്നെ വോളിയത്തിൻ്റെ ലെവൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ മാറ്റാം. അപ്പോൾ ഇവിടെ ഞാൻ ഉബുണ്ടു ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫയൽ സിസ്റ്റം നമ്മൾ NTFS ആണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ആ സെക്ടറിൻ്റെ സൈസും കൊടുത്തു കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ISO ഇമേജ് ഈ ഒരു പെൻ ഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ആ കോപ്പി ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കണ്ടീഷൻ ചോദിക്കുന്നുണ്ട്. ആ പെൻ ഡ്രൈവിലെല്ലാ ഡാറ്റാസും ഡിലീറ്റ് ചെയ്യണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ S കൊടുക്കുക. അതിന് ശേഷമാണ് ആ കോപ്പിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് ഗ്രീൻ സിഗ്നൽ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് റെഡി എന്ന് പറയുന്നൊരു മെസ്സേജ് അവിടെ വരും. അത് കഴിഞ്ഞാൽ നമുക്ക് റൂഫസിൻ്റെ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ അറിയാം അതിൻ്റെ പേര് മാറി, എന്തായിട്ട് മാറിയിട്ടുണ്ട്, ഉബുണ്ടു ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ക്ലോസ് ചെയ്യുക. നമ്മുടെ പെൻ ഡ്രൈവിൽ ഉബുണ്ടു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള എല്ലാ ഫയൽസും ആ ഒരു USB-യിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ USB എന്ന് പറയുന്നത് ഉബുണ്ടു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ബൂട്ടബിൾ മീഡിയ ആണ്. നെക്സ്റ്റ് നമ്മൾ ഉബുണ്ടുവിന് വേണ്ടി സ്പേസ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതാണ് സ്റ്റെപ്പ് 4 ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി വിൻഡോസും Xും പ്രസ് ചെയ്യാം. അപ്പോൾ ഒരു വിൻഡോ വരും. അതിൽ ഡിസ്ക് മാനേജ്മെൻറ്റ് സെലക്ട് ചെയ്യാം. കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഡിസ്ക് മാനേജ്മെൻറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതാണ് നമ്മുടെ പാർട്ടീഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി തേർഡ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിൻഡോ നിങ്ങൾ നോക്കിയാൽ അറിയാം നമ്മുടെ ഹാർഡ് ഡിസ്കിനെ പല പാർട്ടീഷൻസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 2 ഡിസ്ക്കാണുള്ളത്. ഒന്ന് USB ആണ് ഒരു ഡിസ്ക്, ഒന്ന് നമ്മുടെ ഹാർഡ് ഡിസ്കും ആയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യാം, ഉബുണ്ടുവിൻ്റെ സ്പേസ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ C ഡ്രൈവിനെ സെലക്ട് ചെയ്യാം. C ഡ്രൈവ് സെലക്ട് ചെയ്തു. മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ സ്ട്രിംഗ് വോളിയം ക്ലിക്ക് ചെയ്യാം. സെലക്ട് ചെയ്യാം സ്ട്രിംഗ് വോളിയം. അപ്പോൾ നമുക്കൊരു വിൻഡോ വരും. അതിൻ്റെ അകത്താണ് എത്ര സ്പേസാണ് നമ്മൾ ഉബുണ്ടുവിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നത് അത് MBയിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വിൻഡോയിൽ നമുക്ക് എത്ര സ്പേസാണ് വേണ്ടത് അതവിടെ ബ്ലൂ കളർ കണ്ടില്ലേ, അവിടെ നമുക്ക് അത്രയും സ്പേസ് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 61 GB അടുത്ത് MB ഡാറ്റ നമ്മൾ അവിടേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വാല്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വിൻഡോ വന്നില്ല. അപ്പോൾ C ഡ്രൈവ് ആണ് ഈ ഒരു സ്പേസിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ C ഡ്രൈവിൻ്റെ കുറച്ച് സ്പേസാണ് നമ്മൾ ഉബുണ്ടുവിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജ് നോക്കുക. അതിൽ C ഡ്രൈവ് 2 ആക്കി ഡിവൈഡ് ചെയ്ത് ഒന്ന് വിൻഡോസിന് വേണ്ടിയും ഒന്ന് ഉബുണ്ടുവിന് വേണ്ടിയായിരിക്കും സ്പേസ് അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഉബുണ്ടുവിന് ഏകദേശം 61 GB സ്പേസാണ് നമ്മളിവിടെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ MP വാല്യൂ ആയിരുന്നു ഞാനവിടെ കൊടുത്തത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, ഇവിടെ കണ്ടോ സ്പേസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. C ഡ്രൈവിനെ 2 പാർട്സാക്കി മാറ്റിയായിരുന്നു. അൺഅലോക്കേറ്റഡ് സ്പേസിലാണ് നമ്മൾ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്ത് ഉബുണ്ടുവിൻ്റെ ഫയൽസൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് C ഡ്രൈവ് എന്തിനു വേണ്ടിയാണ്, OSൻ്റെ ഫയൽസ് ആയിരിക്കും കണ്ടെയ്ൻ ചെയ്യുക. ഇവിടെ 2 OS ഉള്ളതുകൊണ്ട് ആ OSൻ്റെ ഫയൽസ് C ഡ്രൈവിലായിരിക്കും കണ്ടെയ്ൻ ചെയ്യുക.
പിന്നെ ഇവിടെ റിസർച്ച് ബി എന്ന് പറഞ്ഞുള്ളതാണ് ഡാറ്റ ഫയൽ സ്റ്റോർ ചെയ്യാൻ. പിന്നെയുള്ള 2 പാർട്ടീഷൻ റിക്കവറിക്ക് വേണ്ടിയാണ്. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന പൾസ് ടച്ചർ NTFS ആണ്. നമ്മൾ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം. സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്തു. ഒന്നെങ്കിൽ F2 മെനു ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എസ്കേപ്പ് റിപ്പീറ്റ്ലി പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടിൽ ചെയ്താലും നമുക്ക് ബൂട്ട് മെനുവിലേക്ക് പോകാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു തന്ന വീഡിയോയിൽ F2 ക്ലിക്ക് ചെയ്യാനായിരുന്നു റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ. അപ്പോൾ ഇവിടെ ഞാൻ F2 ആണ് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബൂട്ട് മെനുവിൽ വന്നു. അപ്പോൾ ബൂട്ട് മെനു സെലക്ട് ചെയ്യുക. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ USB ആക്കി മാറ്റുക. എൻ്റർ കീ അമർത്തുമ്പോൾ അതിൽ USB ആയിട്ട് മാറിയിട്ടുണ്ട്. ആ ചേഞ്ചസ് നമ്മൾ എന്താ ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഇത് വരും. ഇപ്പോൾ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ISO ഇമേജ് വെച്ചിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഉബുണ്ടു സേഫ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഉബുണ്ടു പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഗ്രബ് എന്ന് പറയുന്നൊരു കമാൻഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ഗ്രബ് നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇൻസ്റ്റാളേഷൻ്റെ സ്റ്റെപ്പ് 1 by 1 ആയിട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഉബുണ്ടു ആയിട്ട് നമ്മൾ ലാപ്ടോപ്പിൽ ഓപ്പണായി വരുവാണ്. കുറച്ച് സെക്കൻഡ്സ് നമ്മൾ പറഞ്ഞു ഇൻസ്റ്റാളേഷൻ തുടങ്ങാൻ വേണ്ടി ലോഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻസ്റ്റാളേഷൻ്റെ വിൻഡോ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉബുണ്ടു പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഇവിടെ. ഞാൻ നമ്മളോട് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് അടിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ അക്സസിബിലിറ്റി, അതായത് സീയിങ് ഹിയറിംഗ് ഡിവൈസ്, അതേപോലെ ടൈപ്പിംഗ് ഡിവൈസസിൻ്റെയൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. പിന്നെ ഇതിൽ കീബോർഡിൻ്റെ ലേഔട്ട് നമ്മൾ US ഇംഗ്ലീഷാണ് എടുക്കുന്നത്. പിന്നെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എൻ്റെ വൈഫൈ ആയിട്ട് ഞാൻ കണക്ട് ചെയ്തു. നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാളേഷനൊക്കെ കറക്റ്റായിട്ട് നടക്കും. ഇപ്പോൾ നമുക്ക് സെക്യൂർ ആയതുകൊണ്ട് വൈഫൈയുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. കണക്ട് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അടിക്കാം. ഇനി അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. അപ്ഡേറ്റ് ചെയ്യാൻ നിന്നാൽ കുറേ ടൈം എടുക്കും. ഇനി 2 ഓപ്ഷൻ വരും. ട്രൈ ചെയ്യണോ ഇൻസ്റ്റാൾ ചെയ്യണോ. ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഓട്ടോമാറ്റിക്കും ഉണ്ട്, ഒന്ന് ഇൻട്രാക്ഷനും ഉണ്ട്. ഞാൻ ഇൻട്രാക്ഷനാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. ഓട്ടോമാറ്റഡ് ആണെങ്കിൽ നമ്മൾ അറിയില്ല എന്തൊക്കെയാണ് നടക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അറിയാം. ഇതിൽ ഞാൻ ഡിഫോൾട്ട് സെലക്ഷനാണ് എടുക്കുന്നത്. അതായത് ജസ്റ്റ് നമുക്ക് എസെൻഷ്യലായിട്ടുള്ള ആപ്പുകൾ മാത്രം മതി അതിനു വേണ്ടി. പിന്നെ ചില ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ടും ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക്
നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അത് ഞാൻ കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റമായിട്ട് പ്ലഗ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു മെസ്സേജ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ പ്ലഗ് ചെയ്തപ്പം അതിൻ്റെ ഇത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് 3 ഓപ്ഷനുണ്ട്. നമുക്ക് ഡുവൽ ബൂട്ടിംഗ് ആണ് വേണ്ടത്. അതായത് വിൻഡോസിൻ്റെ കൂടെ ഉബുണ്ടും കൂടി വേണം. 2 ഓപ്പറേറ്റിംഗ്സ് അറ്റ് എ ടൈം വർക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് ഞാൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡുവൽ ബൂട്ടിംഗ് ആയതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്, മാനുവൽ അല്ല, ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ അത് എറേസ് ചെയ്ത് പോയിട്ട് ഉബുണ്ടു ആയിട്ട് മാറും. വിൻഡോസ് ഓവർ റൈറ്റ് ചെയ്ത് ഉബുണ്ടു ആയി മാറുന്നതാണ് സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓപ്ഷനാണ്, ഡുവൽ ബൂട്ടിംഗ് ആയതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ എടുത്തു. ഇനി നമ്മൾ അക്കൗണ്ടിൻ്റെ പേര്, നമ്മുടെ പേരെന്താണ് അത് കൊടുക്കാം. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ പേരെന്താണോ അത് നമുക്ക് ഇഷ്ടമുള്ള പേര് അവിടെ കൊടുക്കാം. അപ്പോൾ ഞാൻ വിവോ എന്നാണ് കൊടുക്കുന്നത്. ഞാൻ നമ്മുടെ യൂസർ നെയിം എന്താണോ വരേണ്ടത്, അതായത് ലോഗിൻ ചെയ്തിട്ടാണ് നമ്മൾ കയറുക. അപ്പോൾ അവിടെ യൂസർ നെയിം എന്താണോ അത് കൊടുക്കുക. ഞാൻ ചേഞ്ച് ചെയ്തിട്ടുള്ള ഓൾറെഡി എൻ്റെ പേര് തന്നെയാണ് കൊടുത്തത്. പിന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ പാസ്വേഡ് വെച്ച് കയറാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് കയറാൻ വേണ്ടി പറ്റും. ഞാൻ പാസ്വേഡ് വെച്ച് കയറുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കൊടുക്കാം. പിന്നെ ഇവിടെ നമ്മുടെ ടൈം സോൺ സെലക്ട് ചെയ്യാം. ഇത് ഓൾറെഡി നമ്മുടെ ടൈം സോണിൽ തന്നെയാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് അടിച്ചു. പിന്നെ നമ്മൾ ഓരോന്നും നോക്കുക, നമുക്ക് ആവശ്യമുള്ളത്, അതായത് നമ്മുടെ ചോയ്സസ് ഏതൊക്കെയാണെന്നുള്ളത് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സെക്യൂരിറ്റി, ഡിസ്ക് എൻക്രിപ്ഷൻ, ഡിസ്ക് സെറ്റപ്പിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഫയൽ സിസ്റ്റം പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉബുണ്ടുവിൽ യൂസ് ചെയ്യുന്ന ഫയൽ സിസ്റ്റം ext4 ആയിരുന്നു. അതാണ് അവിടെ കണ്ടത്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ്റെ കുറേ ഫയൽസൊക്കെ ഇതിലേക്ക് കോപ്പി ചെയ്യേണ്ടതൊക്കെ, ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാളേഷൻ പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇൻസ്റ്റാളേഷൻ ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ എൻഡിലേക്ക് പോവുകയാണ്. അത് കണ്ടോ, നമുക്ക് റീസ്റ്റാർട്ട് നൗ കൊടുക്കുകയാണ് കേട്ടോ. റീസ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. റീസ്റ്റാർട്ടിങ് സ്റ്റേജിലേക്ക് പോകും. അതായത് ഇൻസ്റ്റാളേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോട് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് വരുന്ന സമയം നമ്മളോട് പറയുന്നുണ്ട് USB വെച്ചിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ USB നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റർ കീ അമർത്തി. അപ്പോൾ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഉബുണ്ടുവും വരും, വിൻഡോസിൻ്റെ ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉബുണ്ടുവിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ഇപ്പോൾ 2-3 സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ വിൻഡോസിൻ്റെ സെലക്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഉബുണ്ടുവിലേക്ക് തന്നെ പോകും. ഫസ്റ്റ് ഓപ്ഷൻ ബൂട്ട് മെനു ആയിട്ട് കിടക്കുന്ന ഉബുണ്ടുവാണ് ഇവിടെ. അപ്പോൾ ഉബുണ്ടുവിലേക്കാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് വരുന്നത്. ഉബുണ്ടുവിൻ്റെ ബൂട്ടിംഗ് ടൈമാണിത്. ബൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സ്ക്രീനിലേക്ക് വരും. അപ്പോൾ ഇവിടെ സൂര്യ എന്നായിരുന്നു പേരെടുത്ത യൂസർ നെയിം. നമ്മൾ ലോഗിൻ ചെയ്യുക. പാസ്വേഡ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂര്യ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സൂര്യ ക്ലിക്ക് ചെയ്തു, പാസ്വേഡ് അടിച്ചു. അപ്പോൾ നമുക്ക് ലോഗിനായി വരും ലോഗിൻ സ്ക്രീൻ വരും. ഹോം സ്ക്രീനിലേക്ക് പോവും. ഇതാണ് നമ്മുടെ ഉബുണ്ടുവിൻ്റെ ഓപ്പണിംഗ് പേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടിച്ച് പോവാം. ഫിനിഷ് ക്ലിക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഉബുണ്ടുവിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാ ഫോൾഡറും എം ടി ആയിരിക്കും. ഇപ്പോൾ ഡെസ്ക്ടോപ്പ് എടുക്കുകയാണെങ്കിൽ എം ടി ആണ്. അതേപോലെ തന്നെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, അതൊക്കെ എം ടി ആയിരിക്കും. അപ്പോൾ നേരത്തെ നമ്മളൊരു ടേബിളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ റൂട്ടും അതേപോലെ ഒരു സ്വാപ്പ് ഏരിയയും ഹോം സെക്ഷനും മാത്രമേ ഉബുണ്ടുവിൽ ഉണ്ടായിരിക്കുള്ളൂ. ഇനി നമുക്ക് ഡുവൽ ബൂട്ടിങ്ങിൻ്റെ വർക്കിംഗ് ആണ്. ഡുവൽ ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ സെയിം കമ്പ്യൂട്ടറിൽ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം
നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാൻ ഉള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ റീസ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു. റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ആ ബൂട്ട് മെനു വരിക. ഏത് വിൻഡോസാണ് നമുക്ക്, അതായത് വിൻഡോസാണ് യുണിക്സ് ആണോ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ലിസ്റ്റ് വരുന്നത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ ഉബുണ്ടു ആയിരുന്നു സെലക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ വിൻഡോസാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 4ാമത്തെ ഓപ്ഷനാണ് വിൻഡോസ്. അതാണ് വിൻഡോസിൻ്റെ ബൂട്ട് മെനു എന്ന് പറയുന്നത്. അത് എൻ്റർ കീ അമർത്തുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എങ്ങോട്ട് പോകും, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് പോകും. ഇനി ഉബുണ്ടു ആണ് നിങ്ങൾ എൻ്റർ അടിക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകും, ഉബുണ്ടുവിലേക്ക് പോകും. അതിന് പറഞ്ഞാൽ ഉബുണ്ടുവിന് തന്നെ കുറച്ച് ഓപ്ഷൻസും അതേപോലെ UEFIയുടെ സെറ്റിങ്സൊക്കെ ഈ ഒരു ബൂട്ട് മെനു വഴി നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. ഈ കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡുവൽ ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് സെയിം കമ്പ്യൂട്ടറിൽ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് സെലക്ട് ചെയ്തിട്ട് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണോ സെലക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡുവൽ ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അസ്യൂസിൻ്റെ ഇതിലേക്ക് പോയി വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്ത് അതിലേക്കാണ് ഓപ്പണായി വരുന്നത്.